ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഒരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ തന്നെ അതേ കണക്കൂട്ടലാണ് കേട്ടോ. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോ സാധനങ്ങളും എഴുതി എഴുതി വന്നപ്പോൾ അതിൻ്റെ ബില്ലും കൂടി ഇട്ട് വന്നപ്പോൾ ബിരിയാണിയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി വേണ്ട, ഇന്ന് മന്തി വെക്കാമെന്ന് പ്ലാൻ ആക്കി കേട്ടോ. ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചുകൊണ്ട് വലിയ മൂഡുണ്ടായിരുന്നില്ല കഴിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നെയ്യൊക്കെ വീട്ടിൽ ഉരുക്കി വെച്ചാണ്ട് വേഗം ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. അതിനുള്ള അരിയും കാര്യങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച് തുടങ്ങിയപ്പോഴാണ് ഈ പ്ലാൻ ഇങ്ങനെ മാറിയത്. അപ്പോൾ ഇന്ന് രാത്രിക്ക് മന്തി ഉണ്ടാക്കുക, ഉച്ചത്തേക്ക് നമുക്ക് ചോറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറും തൈരും പിന്നെ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ആക്കിയിട്ട് ഉച്ചക്കത്തേക്ക് ആക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കാലത്തതേ 2 ദിവസം മുന്നേ ആട്ടിയ മാവിൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും ഇക്കാക്ക് വേണം പറഞ്ഞു കേട്ടോ. ഞങ്ങൾ എന്തായാലും ഓട്ടട ഉണ്ടാക്കാമെന്ന് കരുതി. ഓട്ടട എനിക്കും ചെറിയ ആൾക്കും ഭയങ്കര ഇഷ്ടമാണ്. വലിയ ആൾക്ക് വലിയ താല്പര്യമില്ല. വലിയ ആൾക്കും ഇക്കാക്കും ഈ അരിയാട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഹെൽത്ത് കുറച്ചുകൂടി നല്ല ഫുഡാണ് ഇഷ്ടം. മൈദ വെച്ചിട്ടുള്ളതൊന്നും അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ് ഒരാൾക്കുള്ള മാവേ ഉള്ളൂ. അപ്പോൾ ഇക്കാക്ക് എന്തായാലും 2 ദിവസമായിട്ട് നേരെ കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ മൂപ്പർക്ക് എന്തായാലും അപ്പം തന്നെ വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഇത് പിന്നെ ഇതിലെ എണ്ണ കാണുന്നത് നമ്മൾ പാനിപൂരി ഉണ്ടാക്കിയില്ലേ അതിൻ്റെ ബാക്കി എണ്ണയാണ് കേട്ടോ. അപ്പോൾ അതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് മാറ്റി എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് എണ്ണക്കടികൾ കിട്ടുക ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് ആ അപ്പക്കല്ലിൽ പിറ്റേ ദിവസം അപ്പം ചുടുകയെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിനേക്കാളും അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. വേഗം ഈസി ആയിട്ട് കിട്ടും കേട്ടോ. സ്ലിപ്പായി പോകും കേട്ടോ. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാൻ ആദ്യം കറണ്ട് ഈ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മഴയൊക്കെ തുടങ്ങിയില്ല അതുകൊണ്ട് തന്നെ. അപ്പോൾ വേഗം ഞങ്ങൾക്ക് ഓട്ടടയ്ക്കുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് തേങ്ങ ആദ്യം ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് കരുതി. രാത്രിയൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. കാലത്ത് എണീറ്റപ്പോൾ ഇതാണ് ട്ടോ അവസ്ഥ. ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് കാലത്ത് ഈ വെയിൽ കാണാൻ നല്ല രസമുണ്ട് ട്ടോ. അപ്പോൾ ഞാൻ വേഗം ഞാൻ കൂടുതലും തേങ്ങ ഇങ്ങനെയാണ് ട്ടോ എടുക്കുക. ആദ്യമൊക്കെ ഞാൻ ചിരവുമായിരുന്നു. ഇപ്പോൾ ചിരവൽ നിർത്തിയിട്ടാ. അത് കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നി. ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നത്. അപ്പം എടുക്കുന്നത് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് കിട്ടുക. തൊട്ടാൽ മതി അപ്പോഴേക്കും വരും ട്ടോ. അത്രത്തോളം ഈസി ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ തലേദിവസം കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. മാവ് ഞാൻ കൂടുതലും അപ്പത്തിന് ഇങ്ങനെയുണ്ട് ചുടാറ്. അപ്പോൾ എനിക്ക് ഈ സൈഡൊക്കെ ഒരുപാട് നൈസായിട്ടിരിക്കുന്ന ഇഷ്ടമല്ല. സെൻറ്റർ മാത്രം മാവും സൈഡൊക്കെ നൈസായിട്ടിരിക്കുന്നത് അധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചുറ്റും അധികം കുറച്ചൊക്കെ കട്ടി വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ മാവ് കുറച്ചുകൂടി കട്ടിക്കാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാൻ തേങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അത് അരച്ചെടുത്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ്. പിന്നെ ഞാൻ ഉച്ചത്തേക്കുള്ള മാത്രം ചോറ് വയ്ക്കുകയാണ്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ സാധാരണ ചോറ് വയ്ക്കുന്നത്. എനിക്ക് ഇങ്ങനെ വയ്ക്കുന്നതാണ് കേട്ടോ കുറച്ചുകൂടി ഈസി. അതുപോലെ ഗ്യാസും കുറച്ച് മതിയല്ലോ, വേഗം ആയിക്കോളും. പിന്നെ കുടിക്കാനുള്ള വെള്ളം നമ്മൾ കിണറിൽ നിന്ന് എടുക്കുന്നില്ല, ബോറിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. കിണറിലെ വെള്ളം മഴയൊക്കെ പെയ്തപ്പോൾ കുറച്ച് കലക്കും. അപ്പോൾ പിന്നെ ബോറിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഓട്ടട ഉണ്ടാക്കാനുള്ള മാവ് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. 2 മുട്ടയൊക്കെ ഇടണം. ഇന്നിപ്പോൾ ഞാൻ കുറച്ചല്ലേ വേണ്ടുള്ളൂ എന്ന് കരുതിയിട്ട് 1 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നല്ലോണം പതഞ്ഞ് വരുന്ന രീതിയിൽ ഇതൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം കുറച്ച് ലൂസായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇതുപോലെ നല്ലോണം പതഞ്ഞ് വരണം കേട്ടോ. 2 മുട്ടയൊക്കെ ഇട്ടാലാണ് അത് കുറച്ച് നമ്മൾ ചുടുന്ന സമയത്ത് അതിൽ നിറയെ ഹോൾസ് വരുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ 1 മുട്ടയൊക്കെ ആകുമ്പോൾ ഹോൾസ് വരാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഈ ഒരു ലൂസിലാണ് അത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഓട്ടട ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ നിറയെ ഒഴിച്ചിട്ട് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് പണികളൊക്കെ. തൊടിയിലൊക്കെ മരങ്ങളുടെയൊക്കെ ചില്ല താന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനും പുറകേക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ചില്ലകളൊക്കെ ആദ്യം ഒന്ന് വെട്ടാമെന്ന് കരുതി. മഴയും കൂടിയല്ലേ, അപ്പോൾ ചില്ല വെട്ടുന്നതൊക്കെ കുറച്ച് നല്ലതല്ലേ, കൊതുകിൻ്റെ ശല്യം എല്ലാം കുറയും. അപ്പോൾ ആദ്യം വേപ്പിൻ്റെ വെട്ടി, പിന്നെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ ഏകദേശം എല്ലാത്തിൻ്റെയും വെട്ടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പച്ചക്കറി വെച്ചതിൻ്റെയൊക്കെ ഉണ്ട് ഈ ഭാഗം. ഇത് കറിവേപ്പില മരം കേട്ടോ. ഈ കറിവേപ്പില മരവും ഇനി കുറച്ചൊക്കെ ചില്ലയൊക്കെ വെട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചോദിക്കുന്നുണ്ട് ഇടയിൽ കൂടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പം റെഡി ആയപ്പോൾ ആൾ കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓട്ടട ആയതുകൊണ്ട് തന്നെ മധുരമല്ല, അതുകൊണ്ട് ചായ വേണ്ട. അപ്പോൾ ഇക്കാക്ക് മാത്രം 1 ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇക്കാക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ ഞാനും കഴിച്ചു കേട്ടോ. ഇനിയിപ്പോൾ ഞാനും ചോറും ആയിട്ടുണ്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ല, അതുകൊണ്ട് തന്നെ ചോറും ആയിട്ടുണ്ട്. ഇനി ഉപ്പേരി എന്തെങ്കിലും വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഉരുളക്കിഴങ്ങ് എന്തെങ്കിലും ഉപ്പേരി വെക്കാമെന്നാണ് പ്ലാൻ. അപ്പോൾ അതാകുമ്പോൾ വേഗം ആവുമല്ലോ.
അത് കഴിഞ്ഞതും ദേ തൊടിക്കൊന്ന് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇക്കാൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വെറുതെ നിന്നാലും ചെയ്യുന്നവർക്കൊരു സുഖമല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും പണി ചെയ്യുന്ന സമയത്ത് കൂടെ ഒരാൾ വെറുതെ നിന്നാലും മതി. നമുക്ക് പണി ചെയ്യാൻ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നില്ല എന്നുണ്ടെങ്കിൽ വേഗം ആ പണി മടുപ്പാവും. ഒരാളും മിണ്ടാനും ഇല്ല ഒന്നും ഇല്ലാതാവുമ്പോൾ. അപ്പോൾ ദേ ഞങ്ങൾ രണ്ടുപേരും വേഗം കഴിക്കലൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരവിടെ ടി വി കണ്ടിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ദേ ഇവിടെ ഇരുന്നിട്ട് കഴിക്കുകയും ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് ദേ വീണ്ടും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും ദേ ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇത് മുരിങ്ങൻ്റെയൊക്കെ കൊമ്പാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടുന്നുണ്ട്. ആ തെങ്ങിൻ്റെ താഴെ കാണുന്നതൊക്കെ ചക്രവള്ളിക്കിഴങ്ങ് നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ്. ഇത് പിന്നെ ആപ്പിൾ ചെറിയാണ് കേട്ടോ. അത് കുറച്ചിങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. അതുപോലെ കാട് പിടിച്ച പോലെ വരിക കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ചില്ല മൊത്തം വെട്ടിയിട്ട് ഒന്നും ഇല്ലാതാക്കിയിട്ടുണ്ട് കേട്ടോ. കുറ്റി മാത്രം ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം വെട്ടി വന്നപ്പോൾ ഇതാണ് കേട്ടോ തൊടിയുടെ അവസ്ഥ. നിറയെ കൊമ്പുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കണം കേട്ടോ. ഇതാണ് കേട്ടോ ആപ്പിൾ ചെറി. ഇപ്പം ഇതിന് വേറെ എന്തെങ്കിലുമാണോ പേരെന്ന് എനിക്കറിയില്ല. ആപ്പിൾ ചെറി എന്നാണ് എനിക്ക് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇത് പഴുത്തത് ഒരു പച്ചയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉപ്പ് മുക്കി കഴിക്കാനായിട്ട് ഉപ്പും മുളക് പൊടിയൊക്കെ മുക്കി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാനത് ഉപ്പിലിട്ടിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആപ്പിൾ ചെറി നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ജ്യൂസ് അടിച്ച് കുടിച്ച് നോക്കുക. നമ്മൾ മുന്തിരി ജ്യൂസ് അടിക്കില്ലേ അതുപോലെ തന്നെ അടിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ ദേ ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ കുമ്പളങ്ങ വള്ളിയുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തന്നതാണ്. ഒരു കുമ്പളങ്ങ കേട് വന്നു കേട്ടോ മഴ പെയ്തപ്പോൾ. ഇനി ഒരെണ്ണം കൂടി ഇട്ടിട്ടാ. അതിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഒരു 8 പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വന്ന് നോക്കിയപ്പോൾ കറിവേപ്പില മരവും വെട്ടിക്കളഞ്ഞു കേട്ടോ. അപ്പോൾ അത് വെട്ടുന്ന സമയത്ത് ഇതേ ഇക്കാൻ്റെ കൈ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കാര്യമാക്കാതെ തന്നെ അതേ മൂപ്പര് വീണ്ടും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങിന് കുഴിയെടുക്കുകയാണ്. തെങ്ങിന് നമുക്ക് ഇവിടെ ഒരു 5 തെങ്ങുണ്ട് കേട്ടോ. ഒരു ചെന്തെങ്ങും ബാക്കി 4 സാധാ നമുക്ക് തേങ്ങയ്ക്ക് ആവശ്യമുള്ള തെങ്ങുമാണ്. ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഗംഗാ ബോണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തോന്നുന്നു അതിൻ്റെ പേര്. ഇത് തന്നെയാണോ എനിക്കറിയില്ല. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. ആ ഒരു തെങ്ങ് നമുക്ക് കൈയെത്തി വലിക്കാവുന്ന അത്രയും ഹൈറ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഇഷ്ടംപോലെ തേങ്ങ ഉണ്ടായിട്ട് അത് കണ്ടത് കേട്ടോ. അപ്പോൾ അതെന്തായാലും അവിടെ വെച്ച് കൊടുക്കാമെന്ന് കരുതി. അവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എന്തായാലും തെങ്ങ് അവിടെ വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതിനുള്ള കുഴി എടുക്കുകയാണ് കേട്ടോ. കുഴി 1 മീറ്റർ നീളം 1 മീറ്റർ ഇങ്ങനെ താഴ്ചയായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. വീതിയും താഴ്ചയും ഒരേ 1 മീറ്റർ തന്നെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇക്ക പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദേ അതൊക്കെ കുഴിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തെങ്ങിന് തടം കൊടുത്ത് വയ്ക്കുകയാണ്. ഈ തെങ്ങിൽ നമുക്ക് തേങ്ങ കുറച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് എന്താണ് മീനുപ്പില്ലേ അതിട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ട് തെങ്ങിനെ തടമൊക്കെ വകഞ്ഞ് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോ ഉപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. പിന്നെ ഞാൻ എൻ്റെ എല്ലായിടും ഒന്ന് കുറച്ച് പുല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുത്തിട്ട് ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് കേട്ടോ. നല്ലോണം മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടൊന്നും അധികം ഇറങ്ങില്ല. കുറച്ച് നാൾ മുന്നേ നമ്മുടെ അവിടെ ഒരു പപ്പായ മരം ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ കായായിരുന്നു. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടൊക്കെ പാടമായതുകൊണ്ട് തന്നെ നല്ല കാറ്റ് വീശിയിട്ട് അത് വീണ് പോയിട്ട് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ കായായിരുന്നു. ആ സമയത്ത് അത് വീണ് പോയത്. ഇപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിത്ത് തനിയെ മുളച്ചാണ്. അപ്പോൾ അതെന്തായാലും ഒരു തൈ ഇവിടെ കൊണ്ട് വെക്കുക. നല്ല താഴ്ചയിൽ കുഴിയെടുത്തിട്ട് നട്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്കിലും ഒന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ്. നല്ല കാറ്റാണ് കേട്ടോ ഇവിടേക്ക്. അതുകൊണ്ട് തന്നെ കൂടുതലും മരങ്ങളൊക്കെ ഒന്ന് ചരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റ് എവിടേക്കാണ് അങ്ങോട്ട് ചരിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൂടുതലും വീഴാറില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്താണ്. പിന്നെ ഞങ്ങളെല്ലാ പണിയും കഴിഞ്ഞ് കയറി കുളിയൊക്കെ കഴിയുമ്പോഴേക്കും നല്ല മഴ വന്നു കേട്ടോ. നല്ല മഴ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് ബാക്കിലേക്ക് നോക്കിയിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇത്രയൊക്കെയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.